ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ടൊരു വലിയ മുരിങ്ങമരം ഉണ്ടായിരുന്നു കേട്ടോ. ആ മുരിങ്ങമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കൊണ്ട് നമ്മുടെ മാവിനെ വെട്ടിക്കും. അത്ര ഹൈറ്റാണ് ഈ ഒരു മാസം കൊണ്ട് അതിന് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് വീഴൊക്കെ ആണെങ്കിൽ മഴയും കാറ്റൊക്കെ ഉള്ള സമയമാണല്ലോ, നമ്മുടെ വീടിൻ്റെ മുകളിലേക്കൊക്കെ വീണ് വല്ല അപകടം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ട് രമേശ് ചേട്ടൻ ഒരു വെട്ടുകത്തിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ നിന്നും മറ്റൊക്കെ അറിയിപ്പൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങളും മറ്റൊക്കെ നമ്മൾ മുറിച്ച് മാറ്റണം. അങ്ങനെ ഒരു കമ്പ് അങ്ങോട്ട് മുറിച്ചിട്ടപ്പോഴേക്ക് നമ്മുടെ ചെടിച്ചട്ടിയുടെ മുകളിലേക്കാണ് വീണത്. 1-2 എണ്ണമാണ് പോയുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും മുരിങ്ങമരം വെട്ടിയിട്ടല്ലോ, അത് തന്നെ വലിയൊരു ആശ്വാസം. മാവും പ്ലാവും ഒന്നും നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയല്ല കേട്ടോ, ഇത്തിരി അകലത്തിൽ നിൽക്കുന്നത് കൊണ്ട് അതൊന്നും വലിയ ശല്യമൊന്നും ഇല്ല. അപ്പോൾ ഇത് വെട്ടിയപ്പോൾ ഇവിടെ പൊരി വാരി വെതറിയിക്കണ പോലെയാണ് കേട്ടോ മുരിങ്ങയുടെ ഇലകളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത്. എങ്കിലും അതൊക്കെ വേഗം അടിച്ച് നീക്കി അതുപോലെ തന്നെ അയൽവക്കക്കാർക്ക് കൊടുക്കാനുള്ള കമ്പുകളൊക്കെ ഒടിച്ചും കഴിഞ്ഞിട്ട് അവർക്കും കൊടുത്തു. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഗ്രോ ബാഗ് കൃഷിയിൽ നിന്ന് കിട്ടിയ ഒരു കുട്ടി കുമ്പളങ്ങയാണ് കേട്ടോ. ഇത് ചെറുതാണ്, ഇതിലൂടെ കാണിക്കുമ്പോൾ ഇത്തിരി വലിപ്പമായിട്ട് തോന്നാണ് കേട്ടോ. അതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തൊടിയിൽ നിന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ആ അരി ഉണ്ടല്ലോ, കുമ്പളങ്ങയുടെ വിത്ത്, അപ്പോൾ ആ ഒരു ഭാഗം കോഴിമക്കൾക്ക് തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ കരിങ്കോഴി കുങ്കിയാണ് കേട്ടോ, അത് കൊത്തി കൊത്തി തിന്നണ കണ്ട. അപ്പോൾ അത് അവർക്കും കൊടുത്തു. ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ആ കറിയൊക്കെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗത്തിൽ കറിയും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കാണ്. ഭയങ്കര സന്തോഷമാണ് മനസ്സ്. നമ്മൾ വെച്ചുണ്ടാക്കുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് കറിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തന്നെ കേട്ടോ. അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങളും കൃഷിയൊക്കെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആ സന്തോഷം എല്ലാവർക്കും കിട്ടണ്ടേ. അങ്ങനെ ലാസ്റ്റ് അതിലൊരു ഉള്ളി മൂപ്പിച്ചൊക്കെ നമ്മൾ ഒഴിച്ചു കേട്ടോ. ഇനി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളാണ്. ഞാനും ചിഞ്ചും കൂടി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പായമ്മലിക്കാണ് പോകുന്നത് കേട്ടോ. പായമ്മലിക്ക് എന്തിനാണ് പോണേന്ന് വെച്ചാൽ അവിടെ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്. അങ്ങനെ ഞാനും അതുപോലെ തന്നെ അനിയത്തിയും മക്കളും എല്ലാവരും വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അനിയത്തിയുണ്ട്, പിന്നെ നമ്മുടെ കിഴക്കേ വീട്ടിലെ ലത ചേച്ചിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ സപ്താഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൂടാതെ ഇന്ന് രുക്മിണി സ്വയംവരമാണ്. അപ്പോൾ ഈ പാടത്തിൻ്റെ സൈഡിലുള്ള റോഡിൽ നിന്നാണ് ഘോഷയാത്ര തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാനും ലത ചേച്ചിയും മിനിയൊക്കെ കൂടെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കാത്തിരുന്നത് കേട്ടോ. ഇവിടെ ആയിട്ടാണെങ്കിൽ നല്ല പാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തത് കൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളമൊക്കെ ആയിക്കുക. നല്ല മഴ പെയ്തിട്ടാണെങ്കിൽ ഇത് ഫുള്ള് നിറയും കേട്ടോ. കാണാൻ നല്ല രസമായിരിക്കും. ഇപ്പം അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം വെയിലാണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ. രാവിലെ ഒരു 10-10:30 കൂടിയിട്ട് ഞാൻ ക്ഷേത്രത്തിലെത്തിയതാണ് കേട്ടോ. അപ്പോൾ 1 മണി വരെ പാരായണം കേൾക്കാനായിട്ട് സാധിച്ചു കേട്ടോ. അല്ലെങ്കിലും എന്താ പറയുക, സപ്താഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അതുപോലെ കുടുംബത്തിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും എന്ന് അറിയാം. അപ്പോൾ നമുക്ക് കൃഷ്ണൻ്റെ ഇങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ ആചാര്യൻ വർണ്ണിച്ചൊക്കെ തരുമ്പോൾ എന്താ പറയുക, ഭക്തിരസത്തിൽ അങ്ങോട്ട് മുഴുകി അങ്ങോട്ട് ഇരിക്കും കേട്ടോ. അങ്ങനെ സമയം ഉച്ചയായത് നമ്മൾ അറിയില്ല. അതുപോലെ അത്രയ്ക്ക് നല്ല രീതിയിൽ വർണ്ണിച്ചൊക്കെ പറയുക കേട്ടോ. അങ്ങനെ 1 മണിയായപ്പോൾ സദ്യയൊക്കെ വിളമ്പാനായിട്ട് തുടങ്ങി. അപ്പോൾ രുക്മിണി സ്വയംവരം ആയതുകൊണ്ട് തന്നെ ശരിക്കും വിവാഹത്തിനുള്ള സദ്യ ഒരുക്കുമില്ലേ, അതുപോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇവിടെയും. സദ്യയ്ക്ക് ശേഷം വീണ്ടും പാരായണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 4 മണിക്കാണ് നമ്മുടെ ഈ രുക്മിണി സ്വയംവരത്തിൻ്റെ ഘോഷയാത്രയൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ കാത്തിരിക്കുന്നതാണ് ഞാൻ മുൻപ് കാണിച്ചത് കേട്ടോ. അപ്പോൾ ആ ഘോഷയാത്ര തുടങ്ങുന്ന ആ സ്ഥലത്തുള്ള വീടുകളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ശ്രീകൃഷ്ണ വിഗ്രഹമൊക്കെ അലങ്കരിച്ച് ഇങ്ങനെ കാത്തു നിൽക്കായിരുന്നു കേട്ടോ. പട്ടുകുടയും അതുപോലെ തന്നെ നാദസ്വരവും ഒക്കെ ആയിട്ട് താളമേളങ്ങളോട് കൂടിയിട്ടാണ് ഘോഷയാത്ര ഇവിടെ നിന്ന് പായമൽ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത്. ഈ സമയത്താണ് ഈ കുട്ടികളെയൊക്കെ ഒരുക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതുപോലെ മക്കൾക്കാണെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും ആ ഒരു സമയത്ത്. അങ്ങനെ മനസ്സുകൊണ്ട് എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ എല്ലാവരും. ആർപ്പും കുരവിയും വിളികളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഘോഷയാത്ര ആരംഭിച്ചത്.
നമ്മുടെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എത്തിച്ചേരാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊരാഴ്ച ആണല്ലോ പാരായണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നും ഞാനിങ്ങനെ ആഗ്രഹിക്കും കേട്ടോ, ഇന്ന് പോകണം എന്ന്. അങ്ങനെ ഇന്നാണ് കഴിഞ്ഞത്. അപ്പോൾ ഈ വീട് കാണിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ വല്യേച്ചിയുടെ വീടാണ് കേട്ടോ. ഒരുപാട് ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. വല്യമ്മയുടെ മകളാണ് കേട്ടോ. അപ്പോൾ ആ വീടാണ്. അപ്പോൾ അവരാണെങ്കിലും ഒക്കെ ഇങ്ങനെ എന്താ പറയുക, കൃഷ്ണൻ്റെ ആ ഒരു വരവേൽപ്പിനായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഘോഷയാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലുമാണ്. നമ്മളെപ്പോഴും നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, ഭർത്താവ്, മക്കൾ, ആ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വല്ലപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലുള്ള സപ്താഹങ്ങളിലൊക്കെ കൂടുകയാണെങ്കിൽ എന്താ പറയുക, ഈശ്വരനോട് കൂടുതൽ അടുത്തതായിട്ടുള്ള ആ ഒരു ചിന്തയിലൊക്കെ മുഴുകാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള സപ്താഹ വേദികളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഘോഷയാത്രയോടൊപ്പം പായമൽ ശ്രീ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു കേട്ടോ. അങ്ങനെ ആ ഒരു പാരായണം അവസാനിക്കുന്നത് വരെ അന്ന് ഇരിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്, എന്നാലോ ഒരു വിഷമമുണ്ട്. അവിടെ സൺഡേയോട് കൂടിയിട്ടാണ് ഇത് അവസാനിക്കുള്ളൂ പാരായണം. അപ്പോൾ അത്ര വരെ ഒന്നും നമുക്ക് നിൽക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ വടമയിൽ എത്തിച്ചേർന്നപ്പോൾ അതാ നമ്മുടെ പ്രിയപ്പെട്ട മൗഗ്ലിക്കുട്ടനെയും അതുപോലെ തന്നെ കോഴിമക്കളെയും ഒക്കെ കണ്ടപ്പോൾ പിന്നെ ആ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് മാറിപ്പോയിട്ടാ. ഒരു ദിവസം അതിൽ പങ്കെടുക്കാനൊക്കെ സാധിച്ചല്ലോ, അത് തന്നെ വലിയ പുണ്യം എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് സ്വയം അങ്ങോട്ട് ആശ്വസിച്ചു കേട്ടോ. അപ്പോൾ ആ മുരിങ്ങന്മാരൊക്കെ വെട്ടി നിർത്തിയപ്പോൾ അതിൻ്റെ ആ കുറ്റി പോലെയുള്ള ആ ഒരു ഇതാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് ഈ കോവയ്ക്ക പന്തൽ ഞാൻ വലിച്ച് മുറുക്കി അങ്ങോട്ട് കെട്ടിയിട്ടാണ്. പിന്നെ ഒരു ഭാഗം നമ്മുടെ ചാമ്പ മരത്തിലേക്കൊക്കെ കെട്ടി അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ആ പന്തൽ കുറച്ചൊക്കെ ഉയർത്തിയൊക്കെ കെട്ടാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ മൗഗ്ലിക്കുട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാലുമ ഒഴിഞ്ഞും തഴുകിയും ഒക്കെ ഭയങ്കര സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മരം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞപ്പോൾ അതിൻ്റെ ഇലകൾ അത്ര വലുതൊന്നും ആയിരുന്നില്ലെങ്കിലും ഇപ്പോഴും അത് വെട്ടിക്കളഞ്ഞപ്പോൾ നല്ലൊരു വെളിച്ചമൊക്കെ ഇവിടെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ആ ഒരു കമ്പ് ഭാഗങ്ങളൊക്കെ നമുക്ക് വെട്ടിക്കീറിയിട്ടും കഴിഞ്ഞിട്ട് ഉണക്കാനൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് വിറകായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.